Hi friends, Domino Physics and my video class like എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നീറ്റിന്റെ എക്സാം നാളെ നടക്കാൻ പോകണം. അതായത് സെപ്റ്റംബർ 11-ാം തീയതി നാളെ നമ്മുടെ നീറ്റിന്റെ എക്സാം എന്തിയാണ് നടക്കാൻ പോകണം. അപ്പോൾ നീറ്റിന്റെ എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യപ്പെടാറില്ല. ഒരു 1% പോലും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമ്മൾ എന്തുകൊണ്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. പ്രത്യേകിച്ച് നമ്മൾ 2020 അതായത് കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും എക്സാം എഴുതാൻ. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2020 നീറ്റ് എക്സാമിന് ചോദിച്ചിരുന്നത്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഫ്രീ ആയിട്ട് പോവുക. നിങ്ങൾ പഠിച്ച പോർഷനിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുകയും ചെയ്യും. നല്ല റാങ്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ 2020 നീറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാ ഫിസിക്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞ് നമുക്കൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 1 by 1 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ്? ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ്. ബോർ ആറ്റം മോഡൽ ഏതിനാണ് ഇവിടെ വാലിഡ് അല്ലാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർ ആറ്റം മോഡൽ വാലിഡ് ആകുന്നത് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് നമ്മൾ എളുപ്പത്തിന് പറയും. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ്. സിംഗിൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ബോർ ആറ്റം മോഡൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസിൽ, അതായത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള കേസിലുമാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുക? ബോർ ആറ്റം മോഡൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് സിംഗിൾ ഇലക്ട്രോൺ ആറ്റമാണ്. രണ്ടാമത്തേത് സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം. നമുക്കറിയാം ഹീലിയം എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ഉള്ളതാണ്. അപ്പോൾ സിംഗ്ലി അയണൈസ്ഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. He+ ആണ്, അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ 1 ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആളാണ്. അതുകൊണ്ട് അതിനും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബോർ ആറ്റം മോഡൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂട്രോൺ ആറ്റം, ഡ്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഐസോടോപ്പ് ആണ്. അപ്പോൾ അവിടെയും എന്താണ് നമുക്ക് ഏത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? ബോർ ആറ്റം മോഡൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റം. നമുക്കറിയാം നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8 എന്നാണ്. അതിനകത്ത് ഒരെണ്ണം റിമൂവ് ചെയ്യുക, സിംഗ്ലി അയണൈസ് മീൻസ് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ 2,7 ആണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല, അവിടെ ഒരു ഇലക്ട്രോൺ അല്ല ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റം. അവിടെ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, ബോർ ആറ്റം മോഡൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ സിംഗിൾ ഇലക്ട്രോൺസിനായിരിക്കും. സിംഗിൾ ഇലക്ട്രോൺസ് ഉള്ള കേസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉള്ള കേസിലായിരിക്കും നമുക്ക് എന്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരിക? ബോർ ആറ്റം മോഡൽ ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ബോർ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട് അതിന്റെ പോസ്റ്റ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എക്സാമിനകത്ത് നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇവിടെ 1 മിനിറ്റ് ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്താൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ മതി. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ എടുക്കുന്ന സമയം മാത്രമേ നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബ്രീസ്റ്റേഴ്സ് ആംഗിൾ IB ഫോർ ആൻ ഇന്റർഫേസ് ഷുഡ് ബി. ബ്രീസ്റ്റേഴ്സ് ആംഗിളിന്റെ വാല്യൂ എത്രയായിരിക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബ്രീസ്റ്റേഴ്സ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടാൻ IB എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീസ്റ്റേഴ്സ് ആംഗിൾ വെച്ചിട്ട് ടാൻ IB ഈസ് ഈക്വൽ ടു, അതായത് ബ്രീസ്റ്റേഴ്സ് ആംഗിളിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ N2 ഡിവൈഡഡ് ബൈ N1 ആയിരിക്കണം. നമുക്കറിയാം N2 ഡിവൈഡഡ് ബൈ N1 എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാൻ IB എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ടാൻ തീറ്റയുടെ വാല്യൂ 1നേക്കാൾ കൂടുതൽ കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? 45 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ് ടാൻ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടുക, അല്ലെങ്കിൽ ടാൻജന്റിന്റെ വാല്യൂ 1ൽ കൂടുതൽ കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ ഏതിലേക്ക് വരും? ആൻസർ 3 ആണ്. 45 ലെസ് ദാൻ ഓർ ഈക്വൽ ടു IB ലെസ് ദാൻ 90 ഡിഗ്രി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ടും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് പ്രഷർ ഓഫ് 249 kPa ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് ഡെൻസിറ്റി ഈസ്. അതിന്റെ ഡെൻസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, ദ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? PV is equal to nRT. PV is equal to nRT. PV is equal to nRT. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV is equal to nRT.
ഇനി നമുക്കിതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. കാരണം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് അതായിരിക്കും എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് PV is equal to m divided by m0 into RT എന്നാണ്. m divided by m0 into RT. ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ m0 ഇപ്പുറം കൊണ്ടുവരുന്നു, വോളിയത്തിനെ ഇപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് P ഇൻറ്റു m0 ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ഇൻറ്റു RT എന്ന് കിട്ടും. ദാറ്റ് ഈസ് P ഇൻറ്റു m0 ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ഇൻറ്റു എന്ന് എഴുതാം, RT എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു P m0 ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു R. സോറി, റോ ഇൻറ്റു R അല്ല, T ഇൻറ്റു R. R into T. പിയുടെ വാല്യൂ നമുക്കറിയാം, പിയുടെ വാല്യൂ എത്രയാണ്? 249 കിലോ പാസ്കൽ ആണ്. അതിനെ പാസ്കലിലേക്ക് മാറ്റണം. അപ്പോൾ 249 ഇൻറ്റു 10⁻³ ആണ്. ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് അറിയാം, ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ അറിയാൻ ചെയ്യുന്നില്ല. ആറിന്റെ വാല്യൂ 8.3. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് T 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർക്കേണ്ട കാര്യം, ടെമ്പറേച്ചറിനെ എന്തിലേക്ക് മാറ്റിയിരിക്കണം? കെൽവിനിലേക്ക് മാറ്റിയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ചെയ്തു നോക്കുക, ഞാൻ ആൻസർ ചെയ്യുന്നില്ല. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ളൊരു സ്പീഡ് കിട്ടും, അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ചെയ്തു നോക്കുക, ആൻസർ സിമ്പിൾ ആണ്. അപ്പോൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജനറൽ ഇക്വേഷൻ PV is equal to nRT ആയിരുന്നു. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഏത് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു? ഡെൻസിറ്റിയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എല്ലാ ക്വസ്റ്റിനെയും കാൽക്കുലേഷൻസ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വലുതാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എ റേ ഈസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഓൺ ദ സർഫസ് ഓഫ് എ സ്മാൾ ആംഗിൾഡ് പ്രിസം. സ്മാൾ ആംഗിൾഡ് പ്രിസം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. എ റേ ഈസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. I എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എവിടെ വീഴുന്നു? ഒരു സ്മാൾ ആംഗിൾഡ് പ്രിസത്തിൽ വീഴുന്നു. സ്മാൾ ആംഗിൾഡ് പ്രിസത്തിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. പ്രിസത്തിന്റെ ആംഗിൾ എത്രയാണ്? A ആണ്. പ്രിസത്തിന്റെ ആംഗിൾ A ആണ്. ആൻഡ് എമർജസ് നോർമലി ഫ്രം ദ ഓപ്പോസിറ്റ് സർഫസ്. എമർജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നോർമൽ ആയിട്ടാണ് എമർജ് ചെയ്യപ്പെടുന്നത്. ഇനി ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് പ്രിസം ഈസ് മ്യൂ, അതായത് മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? മ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ഇവിടുത്തെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാൾ ആംഗിൾഡ് പ്രിസം എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോളൂ, ആംഗിൾ എല്ലാം ചെറുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ സൈൻ I എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? അപ്രോക്സിമേറ്റ്ലി I എന്ന് എഴുതാം. സൈൻ R എന്ന് വരികയാണെങ്കിൽ അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി R എന്ന് എഴുതാം. സൈൻ A എന്ന് വരികയാണെങ്കിൽ അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി A എന്ന് എഴുതാം. കാരണം സ്മാൾ ആംഗിൾഡ് പ്രിസത്തിൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അതിന് പ്രിസത്തിന്റെ ആംഗിൾ ആയാലും ഇൻസിഡന്റ് ആംഗിൾ ആയാലും എല്ലാ ആംഗിളും നമുക്ക് എന്താ എടുക്കാം? സ്മാൾ ആയിട്ട് എടുക്കാം, വളരെ ചെറുതായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സൈനിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ആ ആംഗിൾ ആയിട്ട് തന്നെ എഴുതാം. ഈ കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? സ്മാൾ ആംഗിൾഡ് പ്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിസത്തിന്റെ ആ ഒരു ഡയഗ്രം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ പ്രിസത്തിന്റെ ഡയഗ്രം എന്താ ഇങ്ങനെയായിരുന്നു. ഓക്കെ, റഫായിട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രിസം. ഈ പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇതാണ് ഇൻസിഡന്റ് റേ. ഇവിടെ ഒരു നോർമൽ വരയ്ക്കണമായിരുന്നു. ഓക്കെ, ഞാൻ നോർമൽ വരയ്ക്കാം. ഇത് നമ്മുടെ നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. ഡീവിയേറ്റ് ചെയ്താൽ ഇങ്ങനെ വന്ന് വീഴുന്നു. ഈ ആംഗിളിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? R1 എന്ന് വിളിച്ചു. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? നോർമൽ വരയ്ക്കാം. ഈ ആംഗിളിൽ നിന്ന് വിളിച്ചു R2 എന്ന് വിളിച്ചു. പുറത്തേക്ക് ലൈറ്റ് റേ വരും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എമർജന്റ് റേ എന്ന് വിളിച്ചു. നമ്മൾ പഠിച്ച കേസാണ്. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എമർജസ് നോർമലി ഫ്രം ദ എമർജസ് ഫ്രം ദി ഓപ്പോസിറ്റ് സർഫസ്. അതായത് സ്മാൾ ആംഗിൾഡ് പ്രിസത്തിലേക്ക് ലൈറ്റ് ഒന്ന് വീഴുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? എമർജസ് നോർമലി ഫ്രം ദി ഓപ്പോസിറ്റ് സർഫസ്. ഓപ്പോസിറ്റ് സർഫസിലൂടെ നോർമൽ ആയിട്ട് എമർജ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സർഫസ്, ഈ സർഫസിനെ ഞാനൊന്ന് മാറ്റി വരച്ചാൽ, ഈ സർഫസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് എമർജ് ചെയ്യുന്നത്, പുറത്ത് വരുന്നത് നോർമലായിട്ടാണ്. നമുക്കറിയാം ലൈറ്റ് പുറത്ത് നോർമലായിട്ട് വരണമെങ്കിൽ, ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റും എങ്ങനെ ആയിരിക്കണം? നോർമലായിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ലൈറ്റ് വന്ന് വീഴുന്നത്, അതായത് നമ്മുടെ ഈ നടുക്കത്തെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് A,
ഇത് ബി, ഇത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ എ സി എന്ന് പറയുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലറും ഇതും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ R2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വീഴണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റും എന്താണ്, R2വിൻ്റെ വാല്യൂ 0 ആണ്. R2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്താണ്, A is equal to R1 plus R2 ആണ്. പ്രിസം നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് A is equal to R1 plus R2. R2 0 ആയതുകൊണ്ട് നമുക്ക് A is equal to എത്ര എന്ന് എഴുതാം, R1 എന്ന് എഴുതാം. അപ്പോൾ ഈ സർഫസ് നോക്കിയേ, ഈ ആംഗിൾ I ആണ്, ഈ R1ന്റെ വാല്യൂ എത്രയാണ്, A ആണ്. അപ്പോൾ ഈ സർഫസിൽ, അതായത് AB എന്ന് പറയുന്ന സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്നെൽസ് ലോ നമുക്കറിയാം എന്താണ്, sin I divided by sin R is equal to N2 divided by N1. അങ്ങനെ വരുമ്പോഴത്തേന് sin I divided by sin R ന്റെ പകരം ഇവിടെ എത്രയാണ്, sin R1 ആണ്, R1ന്റെ വാല്യൂ A ആണ്. അപ്പോൾ sin A which is equal to N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടുത്തെ രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത് പ്രിസം ആണ്. പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu divided by ഒന്നാമത്തത് എയർ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. sin I നമുക്ക് അപ്രോക്സിമേറ്റ്ലി സ്മാൾ ആംഗിൾഡ് പ്രിസം ആയതുകൊണ്ട് I എന്ന് എഴുതാം. sin A അപ്രോക്സിമേറ്റ്ലി A എന്ന് എഴുതാം, which is equal to mu എന്ന് എഴുതാം. ദാറ്റ് ഈസ് I is equal to നമുക്ക് എത്ര എന്ന് കിട്ടും, mu into A എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ മൂന്നാമത്തെ ആൻസർ ആണ് എന്താണ്, I is equal to mu into A. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, mu into A ആയിരിക്കും. സിമ്പിൾ ആണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇത്രയും സമയത്തിന് ഒരു ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക, മനസ്സിലേക്ക് വരിക. ഒരു ഇച്ചിരിയെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്തതിനകത്ത് കുറച്ചെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 cylinders A and B of equal capacity are connected to each other via a stopcock. A contains an ideal gas at a standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. ഇവിടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ, എന്താണ്, the entire system is thermally insulated. thermally insulated ആണ്. thermally insulated എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിന് പുറത്തേക്ക് പോകാനോ സിസ്റ്റത്തിനുള്ളിലേക്ക് ഹീറ്റിന് വരാനോ സാധിക്കില്ല. അപ്പോൾ നോക്കിയത് സ്റ്റോപ്പ് കോക്ക് ഈസ് സഡൻലി ഓപ്പൺഡ്. ദ പ്രോസസ് ഈ സ്റ്റോപ്പ് കോക്ക് സഡൻ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട. എന്തുകൊണ്ടാണ്, തെർമലി ഇൻസുലേറ്റഡ്. തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റിന് എൻ്റർ ചെയ്യാനും പറ്റില്ല, ഹീറ്റിന് പുറത്തു പോകാനും പറ്റില്ല. അപ്പോൾ ഹീറ്റിന് എക്സ്ചേഞ്ച് നടത്താൻ പറ്റില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്ത ഏത് പ്രോസസ്സിലാണ്, അഡേബാറ്റിക് പ്രോസസ്സിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, അഡേബാറ്റിക് പ്രോസസ്സാണ്. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ഈ ഒറ്റ പോയിന്റ് തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുന്ന ആ ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് എന്തെത്താൻ പറ്റും, എന്തിലേക്ക് എത്താൻ പറ്റും, ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സെറ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ എനർജി ഈക്വലന്റ് ടു 0.5 gram ഓഫ് എ സബ്സ്റ്റൻസ് ഈസ്. ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഓപ്ഷൻ തന്നിരിക്കുന്നത് ജൂളിലാണ്. എനർജി ഈക്വലൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, E is equal to mc² ആണ്. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 gram ആണ്. 0.5 ഇൻറ്റു കിലോഗ്രാമിലേക്ക് മാറ്റണം 10⁻³ ഇൻറ്റു സിയുടെ വാല്യൂ അറിയാം 3 ഇൻറ്റു 10⁸ the whole square. That's equal to 0.5 into 10⁻³ into 9 into 10⁻16. 5 into 9 എന്ന് പറയുന്നത് എത്ര വരും, 4.5 വരും. 4.5 into 10⁻³ 16 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും, 10⁻30 അല്ല 10⁻13 എന്ന് വരും. അപ്പോൾ ആൻസർ 4.5 into 10⁻13 ജൂളാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, വെറുതെ നമ്മുടെ വാല്യൂ E is equal to mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വലൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറായി. ഒരു പാടുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ആ ലോജിക്ക് ഒന്ന് ആലോചിച്ചെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 4.5 into 10⁻13 ജൂളാണ്. 4.5 into 10⁻13 ജൂൾ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, സിമ്പിളായിട്ട് ചെയ്യാം. ഇതിവിടെ ചെയ്തു നോക്കേണ്ട കാര്യം പോലുമില്ല. നമുക്കറിയാം 3 into 10⁻8ന്റെ സ്ക്വയർ വേണം നമുക്ക്. അപ്പോൾ 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 into 5 ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എത്ര വരണം, 45 വരും. അപ്പോൾ ഉറപ്പായിട്ടും ഒന്നുകിൽ ഇതോ ആയിരിക്കണം. ഇനി പവർ ഗ്രാമിലുള്ളത് 10⁻³ ഉള്ളത് കൊണ്ട് ഒരിക്കലും 16 വരത്തില്ല. എത്ര വരത്തുള്ളൂ, 13 വരത്തുള്ളൂ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ചെയ്തു പോലെ നോക്കണ്ട, ഞാൻ എന്തായാലും ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻ. അടുത്തത്, എ ബോഡി വെയ്റ്റ് 72 Newton ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ദി ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി ഹൈറ്റ് ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ വെയിറ്റ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ജിക്ക് എന്ത് സംഭവിക്കും നോക്കുക, അത് തന്നെ ആർക്ക് സംഭവിക്കും, വെയിറ്റിന് സംഭവിക്കും. ഇത് ചെയ്തു നോക്കേണ്ട കാര്യമേ ഇല്ല, കാരണം
നമ്മുടെ +2 എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് +2 ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. എ ബോഡി വെയിറ്റ് 72 ന്യൂട്ടൺ, 72 ന്യൂട്ടൺ ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. നമുക്ക് ഇക്വേഷൻ അറിയാം, ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. GH/G is equal to R² divided by R plus H the whole square ആണ്. That is GH/G is equal to R² divided by R plus H the whole square ന് പകരം നമുക്ക് എത്ര കൊടുക്കാം? R plus H/H ന് പകരം എത്രയാണ്? റേഡിയസിന്റെ പകുതി R/2 the whole square എന്ന് എഴുതാം. That is equal to R² divided by R plus R/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അരയും കൂടെ കൂട്ടിയാൽ 1/2 3/2 ആണ്. അപ്പോൾ 3/2 R the whole square എന്ന് വരും. That is equal to R² divided by 9/4 R² cancel ആവും, 4 മുകളിൽ പോകും. That is GH/G is equal to 4/9. അങ്ങനെയാണെങ്കിൽ GH is equal to 4/9 into G ആണ്. അങ്ങനെയാണെങ്കിൽ WH is equal to 4/9 into W ആണ്. That is 4/9 into വെയിറ്റ് എത്രയാണ്? 72 ആണ്. 8 എന്നാൽ 32. ആൻസർ 32 ന്യൂട്ടൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. +2ന് നമ്മുടെ +1 എക്സാമിന് ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പാടുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ മെത്തേഡും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സോളിഡ് വിച്ച് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആർ. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണല്ലോ, നിങ്ങൾ മനസ്സിലാക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് എങ്കിൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് എങ്കിൽ ആ സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ എന്ന് പറയുന്നതിനെ നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ആൽഫയെ നമ്മൾ എന്ന് വിളിക്കും? നെഗറ്റീവ് ആണെന്ന് വിളിക്കും. ഓർക്കുക, ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റിവിറ്റി കൂടുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ആൽഫ പോസിറ്റീവ് ആണെന്ന് പറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ആൽഫ നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് സോളിഡ്സിന്റെ കേസിലാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താവുന്നതെന്നാണ്? നെഗറ്റീവ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കേസിൽ, അതായത് ആൽഫ പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽസിന്റെ കേസിലാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മെറ്റൽസിന്റെ കേസിൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യപ്പെടും? കുറയും. അതിന്റെ റീസണൊക്കെ നമുക്കറിയാം. എന്താണ്? പുതുതായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും റിലാക്സേഷൻ ടൈമിന് വേരിയേഷൻ വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസാണ്. സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യപ്പെടും? കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ വരേണ്ടത് സെമി കണ്ടക്ടേഴ്സ് ഉള്ളി എന്നാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ കുഴപ്പമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ് എങ്കിൽ, മനസ്സിൽ വെച്ചിരിക്കുക, ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ, ടെമ്പറേച്ചർ വളരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യപ്പെടും? കുറയും. ദാറ്റ് മീൻസ് ആൽഫ എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വരും. അതും ഹൈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ്. ഹൈ ടെമ്പറേച്ചറിൽ, വളരെ വലിയ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്തായിട്ട് വരാറുണ്ട്? നെഗറ്റീവ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ആൻസർ ചെയ്ത് പറയാം. സെമി കണ്ടക്ടേഴ്സ് ഉള്ളി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയാം. പക്ഷെ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, എന്താണ്? ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും ഹൈ ടെമ്പറേച്ചറിന്റെ കേസിൽ ഇതും എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കേസിലേക്ക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ SHMന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എക്സിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ A sin ω t ആണ്. വെലോസിറ്റി ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ -ω² A × sin ω t ആണ്. പഠിച്ചിട്ടുള്ളതാണ്. കോഴ്സ് വെച്ച് എഴുതിയാലും ഓക്കെ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേസ് ω t ആണ്, ഇവിടുത്തെ ഫേസ് ω t ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ലാന്ന് തോന്നും, പക്ഷേ ഇല്ലാന്നല്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പം മൈനസ് വരികയാണെങ്കിൽ നമുക്കറിയാം 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുമ്പോഴാണ് നെഗറ്റീവ് വരിക. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുമ്പോഴായിരിക്കും എന്ത് വരിക? നെഗറ്റീവ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അതായത് എക്സും എയും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷൻ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 180 ആണ്. 180 ഇല്ല, 180 വരെ നമുക്ക് തന്നിരിക്കുന്നത് പൈ റേഡിയൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ പൈ റേഡിയൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയത്തുള്ളൂ, സിമ്പിൾ കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് 45 ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ സോൾവ് ചെയ്തെടുക്കും. അടുത്തത്, സ്ക്രൂ ഗേജ് ഹാസ് എ ലീസ്റ്റ് കൗണ്ട് 0.01 mm ആൻഡ് there are 50 divisions in its circular scale.
The pitch of the screw is given by pitch of the screw. ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ പോലും പഠിക്കുന്ന കാര്യമാണ്. എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും പിച്ച് ഈസ് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്രയാണ്? 0.01 മില്ലിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 50 ഡിവിഷൻസ് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു 50. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 വരും. 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, മാറ്റി പോയിന്റ് ചെയ്യുമ്പോഴത്തേന് 0.5 മില്ലിമീറ്റർ ആൻസർ കിട്ടും. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ അതാ കിടക്കുന്ന 0.5 മില്ലിമീറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ 0.5 മില്ലിമീറ്റർ. ഇത്രയ്ക്ക് എളുപ്പം. നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? ഏകദേശം 11 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ 11 ക്വസ്റ്റ്യനിൽ കുറച്ചെങ്കിലും സമയം കൺസ്യൂം ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ സമയം വേണ്ടി വരുന്ന, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരൂ എന്ന് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വിചാരിച്ചോളൂ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? ഇൻ എ ഗിത്താർ 2 strings A and B made of same materials are slightly out of tune and produce beat frequency 6 Hz. 6 Hz beat frequency എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. When tension in B is slightly decreased, the beat frequency increases to 7 Hz. എന്ത് ചെയ്യുന്നു? ആ ബിയുടെ ടെൻഷൻ ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്യുമ്പം അതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി കൂടി 7 ഹെഡ്സ് ആയിട്ട് മാറുന്നു. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ഈസ് 530 ഹെഡ്സ്, എയുടെ ഫ്രീക്വൻസി 530 ആണ് എങ്കിൽ ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി വിൽ ബി, ബിയുടെ ഒറിജിനൽ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ കുറച്ച് പാടായിട്ട് തോന്നും. ഒന്നുമില്ല, നമ്മൾ ബീറ്റ്സിനെ കുറിച്ച് പഠിച്ചതാണ്. ബീറ്റ്സിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 strings, അതായത് നമ്മൾ 2 സ്ട്രിങ്സിനെ ചൂസ് ചെയ്യാൻ പോകണം. അതായത് എ എന്നും ബി എന്നും പറയുന്ന 2 സ്ട്രിങ്സ്. ഇത് എ എന്ന് പറയുന്ന സ്ട്രിങ്, ഇത് ബി എന്ന് പറയുന്ന സ്ട്രിങ്. ഇനിഷ്യലി എയുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 536 ആണ്. എയുടെ ഫ്രീക്വൻസി 536 അല്ല 530 ആണ്. ഇനി ആ ഇനിഷ്യൽ കേസിൽ അവരുടെ ബീറ്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 6 ഹെഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ഹെഡ്സ് ആണ്. ഡിഫറൻസ് 6 ഹെഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 പോസിബിലിറ്റീസ് വരും. അതായത് 530യുമായിട്ട് 6 ഹെഡ് ഡിഫറൻസ് വരുന്നത് ഏതൊക്കെയാണ്? 524ഉം വരാം, 536ഉം വരാം. ഇതിലൊന്നായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബിയുടെ ഫ്രീക്വൻസി തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യുകയാണ്. എ എന്നും ബി എന്നും പറയുന്ന 2 സ്ട്രിങ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫ്രീക്വൻസി 530 ഹെഡ്സ് ആണ്. രണ്ടാമത്തെ ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി രണ്ടാമതുമായിട്ട് ബീറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? 6 ഹെഡ്സിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എയുടെ ഫ്രീക്വൻസിയും ബിയുടെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ന്യൂ2 മൈനസ് എന്താണ്? ന്യൂ1 ആണ്. രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിഫറൻസ് എത്രയാണ്? 6 ഹെഡ്സ് ആണ്. 6 ഹെഡ് ഡിഫറൻസ് വരുന്ന 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ 524 ആകാം, അല്ലെങ്കിൽ 536 ആകാം. നമ്മളിവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 524 തന്നിട്ടുണ്ട്, 536 തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ എന്ന് അറിയാം. അപ്പോൾ വീണ്ടും ക്വസ്റ്റിലേക്ക് വരാം. എന്താണ്? വെൻ ടെൻഷൻ ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്. ശ്രദ്ധിക്കാം, ബിയുടെ ടെൻഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ടെൻഷൻ എന്ത് സംഭവിക്കുന്നു അത് തന്നെയാണ് ഫ്രീക്വൻസി സംഭവിക്കുക. അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഫ്രീക്വൻസിയും കുറയും. സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യപ്പെടും? കൂടും. അപ്പോൾ ഈ ബിയുടെ ടെൻഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എക്ക് ടെൻഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എയുടെ ഫ്രീക്വൻസി പഴയ ഫ്രീക്വൻസി തന്നെ 530 തന്നെ. പക്ഷേ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആവണം? 7 ഹെഡ്സ് ആകണം. അതായത് ബീറ്റ് ഫ്രീക്വൻസി 7 ഹെഡ്സ് ആവണം. നമുക്കറിയാം ഫ്രീക്വൻസി എന്ത് ചെയ്യപ്പെടുക ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ടെൻഷൻ കുറയുമ്പോൾ ഫ്രീക്വൻസിയും കുറയണം. ഇപ്പോൾ സപ്പോസ് 524 ആയിരുന്നു ആദ്യത്തെ ഫ്രീക്വൻസി എങ്കിൽ പുതിയ ഫ്രീക്വൻസി എത്ര ആവണം? 523 ആവണം. ഇനി മറിച്ച് 536 ആയിരുന്നു ആദ്യത്തെ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ കുറഞ്ഞ എത്ര ആവണം? 537 ആകണമെന്ന് വരുന്നത്. കാരണം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണ്? 7 അല്ല, 35 ആകണം അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചേക്കുക. അതായത് എയുടെയും ബിയുടെയും ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ ഫ്രീക്വൻസി 530 ആണെങ്കിൽ ബിയുടെ ഫ്രീക്വൻസി ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഫ്രീക്വൻസി എത്രയാണ്? 6 ഹെഡ്സ് ആണ്. അപ്പോൾ 6 ഹെഡ്സ് ബി ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് ബിയുടെ ഫ്രീക്വൻസി 2 പോസിബിലിറ്റി ഉണ്ട്. 524 ആകാം, 536 ആകാം.
ഓക്കെ. ഇനി ബിയുടെ ടെൻഷൻ കുറയ്ക്കുന്നു. ബിയുടെ ടെൻഷൻ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ബിയുടെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 524 കുറയണം, 536 കുറയണം. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായി? 7 ഹെഡ്സ് ആയി. എന്ന് പറഞ്ഞതിന് അർത്ഥം അവരുടെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി എത്ര കുറഞ്ഞാൽ മതി? 1 കുറഞ്ഞാൽ മതി. നേരത്തെ 6 ആയിരുന്നു, ഇപ്പോൾ എത്രയാണ്? 7 ആണ്. 1 കുറഞ്ഞാൽ മതി. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും 524 കുറഞ്ഞ് 523 ആവുന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എത്രയാണ്? 7 ആണ്. ഓക്കെ. ഇനി 536 കുറഞ്ഞ് 535 ആയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. അപ്പോൾ ഇതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഈ 523 വരുന്ന കേസാണ്, അതായത് 524. ഇനിഷ്യൽ ഫ്രീക്വൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 524. ഒരു ഇക്വേഷൻ ഉപയോഗിച്ചില്ല, സിമ്പിൾ കോമൺ ലോജിക്, നമ്മുടെ സിമ്പിൾ ലോജിക് വെച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3 J cap Newton acts on a particle whose position vector is 2 K cap. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്, R ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 K cap ആണ്. അതുപോലെ ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, F ഈസ് ഈക്വൽ ടു 3 J cap ആണ്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ R ക്രോസ് F ആണ്, തിരിഞ്ഞു പോകരുത്, F ക്രോസ് R എഴുതരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 K cap ക്രോസ് 3 J cap. ദാറ്റ് ഈസ് 6 ഇൻറ്റു K cap ക്രോസ് J cap. K ക്രോസ് Jയുടെ വാല്യൂ നമുക്കറിയാം -i ആണ്. അപ്പോൾ -6i cap. അപ്പോൾ നമ്മുടെ ആൻസർ -6i cap ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ നടക്കുന്ന -6i cap. അറിയാലോ, I ക്രോസ് J, J ക്രോസ് K ഒക്കെ അറിയാമല്ലോ, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ I എന്ന് എടുക്കുന്നു, ഇവിടെ J എന്ന് എടുക്കുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു, K എന്ന് എടുക്കുന്നു. ഈ ഓർഡറിൽ വരുവാണെങ്കിൽ പോസിറ്റീവ്, റിവേഴ്സ് ഓർഡറിൽ വരുവാണെങ്കിൽ എന്താണ്? നെഗറ്റീവ്. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ സ്പെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 cm ഹാസ് എ ചാർജ് ഓഫ് 3.8 × 10⁻⁻⁷ കൂളോം ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 15 cm ഫ്രം ദ സെന്റർ ഓഫ് ദ സ്പിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്പിയർ ഇതാണ് നമ്മുടെ സ്പിയർ. ഓക്കെ, സ്പിയറിൻ്റെ റേഡിയസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്പിയറിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ അകലത്തിലുള്ളതാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വേണം. ഔട്ട് സൈഡ് ആണ്. ഔട്ട് സൈഡിലെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1/4πε0, ദാറ്റ് ഈസ് 9 × 10⁻⁹ ഇൻറ്റു ചാർജിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3.2 × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ ആക്കണം. അപ്പോൾ 15 × 10⁻²ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ. 9 × 10⁻⁹ ഇൻറ്റു 3.2 × 10⁻⁷ ഡിവൈഡഡ് ബൈ 15 × 10⁻²ൻ്റെ സ്ക്വയർ. ഓക്കെ, സോൾവ് ചെയ്തെടുക്കുമ്പോൾ ആൻസർ കിട്ടും. സോൾവ് ചെയ്ത് നടക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിക്കൊള്ളാം, വേണമെങ്കിൽ ചെയ്തു തരാം. 9 × 3.2 ആണ്. 9 × 3.2 എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം എത്ര വരും? 9 × 3.2 27 പോയിന്റ് സംതിങ് വരും. ഡിവൈഡഡ് ബൈ 15ൻ്റെ സ്ക്വയർ 225 വരും. മുകളിൽ ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁻⁷. ഇതങ്ങ് മുകളിൽ പോകുമ്പം ഇൻറ്റു 10⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു, അതായത് 27 ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു 10⁻⁹ 10⁻⁻⁷ 10⁻⁴ കൂടെ എടുത്തു കഴിഞ്ഞാൽ 10⁻⁹ -7 + 4 എന്ന് വരും അല്ലേ? 7 + 4. That is equal to 27 divided by 225 into. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 - 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 + 4 10⁻⁶ എന്ന് വരും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 27/225 ആണ്. 27 ഡിവൈഡ് ബൈ 225 എന്ന് പറയുന്നത് 0.01 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് 1 പോയിന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 0 എടുക്കാം. അപ്പോൾ ഇവിടെ എന്താക്കാം? 5 ആക്കാം. ഇപ്പോൾ 1 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻⁵ എന്ന് വരും. നമ്മുടെ ഓപ്ഷനിൽ 10⁻⁵ വന്നിരിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 10⁻⁵ വരുന്ന ഓപ്ഷൻ. ദാറ്റ് ഈസ് 1.28 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ പെർ കൂളോം. അല്ലാണ്ട് 27 ഡിവൈഡ് ബൈ 225 ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. പവർ നോക്കിയാൽ മതി. കാരണം ഇവിടെ എല്ലാത്തിൻ്റെയും പവർ ഡിഫറൻസ് ആണ്. പവർ ഡിഫറൻ്റ് ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ തെറ്റിപ്പോകരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 10⁻⁶ എന്നാണ് കിട്ടുക. പക്ഷേ ഇവിടുത്തെ കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ 0.01 ആണ്. നമുക്ക് 1 പോയിന്റ് എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു 0 കൂടെ വരണം. അതായത് 270 ഡിവൈഡ് ബൈ 225 ചെയ്യുമ്പോൾ 1.2 എന്ന് കിട്ടും. Then power 10⁻⁵ ആയിട്ട് മാറും. ഓക്കെ, then അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ certain region of space with the volume 0.2 m3, the electric potential is found to be 5 volt throughout. The magnitude of electric field in this that region. ഒന്നുമില്ല, സിമ്പിൾ ഇക്വേഷൻ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയണിൽ
ഏത് റീജിയൻ ആയിക്കോട്ടെ, അവിടെ റീജിയൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ഏതായിക്കോട്ടെ ഒരു റീജിയനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് ത്രൂ ഔട്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 5 വോൾട്ട്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം E is equal to minus dV/dr ആണ്. E is equal to minus dV/dr. then ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ ഒന്നാമത്തെ ആൻസർ 0. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻക്രീസ് ഇൻ ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആൻസർ കിട്ടും, ഓപ്ഷൻ പോലും വേണ്ട. ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എപ്പോഴാണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ് ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ റിവേഴ്സ് ബയാസ്. തിക്നെസ് കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. നമുക്ക് അറിയാവുന്ന കേസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ദിവസത്തിലേക്ക് വരാം. എ 40 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട് സപ്ലൈ 50 ഹെർട്സ് AC സപ്ലൈ. ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. IRMS കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം IRMS is equal to VRMS divided by XC. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടാണ് XC. XCയുടെ വാല്യൂ നമുക്കറിയാം VRMS divided by 1/C ഒമേഗ. ഒമേഗ അങ്ങ് മണ്ടേ പോവും. ദാറ്റ് ഈസ് IRMS is equal to VRMS into C ഒമേഗ എന്ന് വരും. ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം, ഒമേഗ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2πf ആണ്. അപ്പോൾ VRMS into C into 2πf ദാറ്റ് ഇസ് ഈക്വൽ ടു വിയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 200 ഇൻറ്റു സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 40 മൈക്രോഫാരഡ് ആണ് ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 2 അതുപോലെ എഴുതി, പൈ അതുപോലെ എഴുതി, ഫ്രീക്വൻസി 50 എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 2 പൂജ്യമുണ്ട്, ഇവിടെ ഒരു പൂജ്യമുണ്ട് 3, ഇവിടെ ഒരു പൂജ്യമുണ്ട് 4, ഇത് രണ്ടുകൂടെ ചെയ്യുമ്പോൾ ഒരു 5 പൂജ്യം വരും. 5 പൂജ്യം ഇതുകൂടെ കട്ട് ചെയ്യാം. ബാലൻസ് വരുന്നത് 2 ഇൻറ്റു 4 ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻5 എന്ന് വരും. സോറി, -5 അല്ല, 10⁻⁻1 എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോഴത്തേന് 8π ഇൻറ്റു 10⁻⁻1 എന്ന് വരും. 8π ഇൻറ്റു 10⁻⁻1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8π ഇൻറ്റു 10⁻⁻1 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക, സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 25 എന്ന് കിട്ടും, ഇൻറ്റു 10⁻⁻1 ഉണ്ട്, സോൾവ് ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 2.5 ആംപിയർ. സിമ്പിളായിട്ട് ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് കിട്ടുന്ന ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേഷൻ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ ചെയ്തോളാം. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ മീൻ ഫ്രീ പാസ് ഓഫ് എ ഗ്യാസ് വിത്ത് മോളിക്കുലർ ഡയമീറ്റർ D ആൻഡ് നമ്പർ ഡെൻസിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അതായത് മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1/√2nπd². ആണ് 1/√2nπd². ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ. 1/√2 ഇൻറ്റു nπd². ദാറ്റ് ഈസ് ദ മീൻ ഫ്രീ പാത്ത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം പഠിക്കുന്നതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഫോർ എ ട്രാൻസിസ്റ്റർ ആക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഒരു ട്രാൻസിസ്റ്റർ ആക്ഷന് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം ഡോപ്പിംഗ് ഓഫ് കോൺസെൻട്രേഷൻസ്. കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് ദി സെയിം സൈസ്. തെറ്റാണ്. ബോത്ത് എമിറ്റർ ജംഗ്ഷൻ ആസ് വെൽ ആസ് കളക്ടർ ജംഗ്ഷൻസ് ആർ ഫോർവേഡ് ബയാസ്ഡ്. ദ ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. ഇതാണ് ആൻസർ. നമുക്കറിയാം എന്താണ് എമിറ്റർ, കളക്ടർ, ബേസ് എന്ന് പറയുന്ന സംഭവം വയ്ക്കുമ്പോൾ ഇവിടെ എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. സൈസ് ഏറ്റവും കൂടുതൽ കളക്ടറിന്, സൈസ് ഏറ്റവും കുറവ് ബേസിന്, ആവറേജ് എമിറ്ററിന്. ഡോപ്പിംഗ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് എമിറ്ററിന്, ഏറ്റവും കുറവ് ഡോപ്പിംഗ് ബേസിന്, ആവറേജ് ഡോപ്പിംഗ് കളക്ടറിന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? വെരി തിൻ ആണ്, സൈസ് കുറവാണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 4 ആണ്. ദ ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ, slightly doped. Okay, direct question. അടുത്ത question, light frequency of 1.5 times the threshold frequency is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and intensity is doubled? നമുക്ക് ഫ്രീക്വൻസിയുടെ കേസ് വെച്ച് പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ഇക്വേഷനും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. സപ്പോസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ ആയിരുന്നു കരുതാം. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എത്ര ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? 1.5 ടൈംസ് ആകുന്നു. 1.5 ന്യൂ ആയിട്ട് മാറുന്നു. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ ഫോട്ടോഇലക്ട്രിക് കറണ്ട് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഹാഫ്ഡ്. ഫ്രീക്വൻസി പകുതിയാക്കുന്നു. അപ്പോൾ 1.5ന്റെ പകുതി 0.75 ഫ്രീക്വൻസി, 0.75. നമുക്കറിയാം ഈ 0.75 എന്ന് പറയുന്നത് ന്യൂയേക്കാൾ എന്താണ്? കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഇന്റൻസിറ്റി ഇനി എന്ത് ചെയ്താലും എന്ത് നടക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. അതുകൊണ്ട് എന്തുണ്ടാവില്ല? ലൈറ്റിന് ഇന്റൻസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 4 0 ആണ് ആൻസർ. സംഭവം സിമ്പിൾ ആണ്, ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചില്ല. ഫ്രീക്വൻസി 1.5 ടൈംസ് ആക്കുന്നു, എന്നിട്ട് ആ ഫ്രീക്വൻസിയുടെ പകുതിയാക്കുന്നു. അപ്പോൾ എത്ര? 0.75. അതെന്ന് പറയുന്നത് നമ്മുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ എന്താണ്? കുറവാണ്. കാരണം ന്യൂവിനേക്കാൾ കുറവാണ് എത്ര എന്ന് പറയുന്നത്? 0.75 എന്ന് പറയുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യില്ല? നടക്കില്ല.
അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അടുത്തത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മുടെ പ്ലസ് 2 എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ യുറേനിയം ഐസോട്ടോപ്പ് തന്നിട്ടുണ്ട്. യുറേനിയം ഐസോട്ടോപ്പ് U9235 അല്ലേ, 92-235 ഈസ് ബൊംബാർഡ് വിത്ത് എ ന്യൂട്രോൺ. അതെന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ദെൻ അതെന്ത് ചെയ്യുന്നു? KR 836-89 കിട്ടും. ദെൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കിട്ടും. അതിൻ്റെ കൂടെ എത്ര ന്യൂട്രോൺസും പുറത്ത് വരുന്നുണ്ട്? 3 ന്യൂട്രോൺസും പുറത്ത് വരുന്നുണ്ട്. 30N1. അങ്ങനെയാണെങ്കിൽ എക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാടുമില്ല. ഇവിടെ 235 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 236 ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു 89 ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ, 3 ഉണ്ട്. 89, 90, 92. അപ്പോൾ 236 മൈനസ് 92, 6ൻ്റെ 2 പോയാൽ 4, 13 9 പോയി കഴിഞ്ഞാൽ 14, 144. ഇവിടെ നോക്കിയാൽ മാസ് നമ്പർ 144 വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ബി എ. അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? BA 56-144 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ്റെ കേസിൽ പഠിക്കുന്ന എക്സാമ്പിളാണ്, സിമ്പിൾ എക്സാമ്പിളാണ്. അതായത് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണത്. ഇക്വേഷൻ ഓർത്ത് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്താലും മതി. ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം BA ആണ് ആൻസർ. BA എന്ന് പറഞ്ഞ ആൻസർ എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യാം. അടുത്തത് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 ബോണ്ട് ഓഫ് DNA ഈസ് 10⁻⁻² ജൂൾ. ദിസ് വാല്യൂസ് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം 10⁻⁻20 ജൂളാണ്. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 1.602 × 10⁻⁻19. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1.602 × 10⁻⁻20 പ്ലസ് -19 വരും. ദാറ്റ് ഈസ് -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പം 6.2 എന്ന് കിട്ടും ഇൻറ്റു 10⁻⁻. സോറി, നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ജൂളിൽ തന്നിരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇലക്ട്രോൺ വോൾട്ട് തന്നിരിക്കുകയാണ്, ജൂളിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാൻ ഓർത്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. 2 bodies of masses 4 kg and 6 kg are tied at the ends of a massless spring. The string passes over a pulley with frictionals. ഒന്നുമില്ല, നമുക്കറിയാം എന്താണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ താഴോട്ടേക്ക് 6g ആണ്, ഇവിടുത്തെ വെയിറ്റ് താഴോട്ടേക്ക് 4g ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6g - 4g ആണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 4 + 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2g ഡിവൈഡഡ് ബൈ 4 + 6 എത്ര വരും? 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു g/5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ g/5. നമ്മൾ ലോസ് ഓഫ് മോഷൻ പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇവിടെ വന്നിട്ടില്ല. അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എന്താണ് സിമ്പിൾ ആണ്. അടുത്തത് വയർ ഓഫ് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is hanging from a fixed support. The length of the wire changes L1. ലെങ്ത് എത്രയായിട്ട് മാറുന്നു? L1 ആയിട്ട് മാറുന്നു. When the mass M is suspended from it. എക്സ്പ്രഷൻ ഫോർ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? യങ്സ് മോഡുലസ് is equal to FL divided by A delta L. That is equal to F എന്ന് പറഞ്ഞാൽ mass into acceleration. ആദ്യത്തെ ലെങ്ത് L ആണ്, ഡിവൈഡഡ് ബൈ A ഏരിയ തന്നെ. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത്. ഫൈനൽ ലെങ്ത് L1 ആണ്, അപ്പം L1 മൈനസ് L. This is the expression for Young's modulus. Young's modulus is equal to mgl divided by A into L1 minus L. mgl divided by A into L1 minus L. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് തെർമൽ എനർജി ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഇക്വേഷൻ 3/2 kBT. നമുക്ക് എല്ലാവർക്കും അറിയാൻ, വെറുതെ ചെയ്യുന്നില്ല ഞാൻ. മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഇക്വേഷൻ 3/2 kBT. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എത്രയാണ്? 3/2 kBT. അടുത്ത ദിവസത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ചുള്ള കോപ്പറിൻ്റെ ടെക്സ്റ്റ് കിടക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഞാൻ പറയുന്നില്ല. ഇതാണ് ആൻസർ. ടെക്സ്റ്റിലെ ക്വസ്റ്റൻ ഇതുപോലെ തന്നെ ഈ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത്. ടെക്സ്റ്റ് നോക്കിയാൽ മതി. ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ കളർ കോഡ് ഓഫ് എ റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. കളർ കോഡ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, ഞാൻ ചെയ്യുന്നില്ല. എന്താണ്? BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? ഇത് 0, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാം, ചെയ്യുന്നില്ല, ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ. അടുത്തത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ
the coherent sources is halved and the distance of the screen from the coherent source is doubled, then the fringe width becomes, നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, fringe width is equal to lambda d by d. ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, fringe width എന്ത് ചെയ്തിരിക്കുന്നു, ഹാഫ് ചെയ്തിരിക്കുന്നു അല്ലെ, സോറി, if the separation between coherent sources is halved and the distance from the coherent source is doubled, സോറി തിരിച്ചാണ്, ലാംഡ ഡി ബൈ ഡി ആണ്, അതായത് ക്യാപിറ്റൽ ഡി ഡബിൾ ആക്കുന്നു അപ്പോൾ 2d ആകും, ഇത് സ്മാൾ ഡി ഡബിൾ ഹാഫ് ആക്കുന്നു, 2 അങ്ങ് മണ്ടേ പോകും, 4 ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ആൻസർ 4 ടൈംസ് ലാർജർ ആകുന്നു. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പാടൊന്നുമില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യാത്തത്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് എ മീഡിയം ഈസ് 6 മൈക്രോഫാരഡ്. വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം ദ കപ്പാസിറ്റൻസ് ബിക്കം 30 മൈക്രോഫാരഡ്. ഒന്നുമില്ല, എയർ ആയിരിക്കുന്ന സമയത്ത് സി എയറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 6 മൈക്രോഫാരഡ് ആണ്, ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയായി, 30 മൈക്രോഫാരഡ് ആയി. നമുക്കറിയാം സി ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് കെ ഇൻറ്റു സി സീറോ ആണ്, അപ്പോൾ 30 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 6, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്, 5 എന്ന് കിട്ടി. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്സിലോണിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. അതിൽ നമുക്ക് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കിട്ടും. ഈ എപ്സിലോൺ ആർ തന്നെയാണ് ആരെന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത്. അപ്പോൾ 8.854 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 5. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ടും ചെയ്തു നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ആരും പറഞ്ഞു തരേണ്ട, പ്ലസ് 1 പഠിച്ചു വെച്ചിരുന്നതാണ്. എന്താണ്, ml⁻⁻1 t⁻², ഓപ്ഷൻ 4. Next question, a series LCR circuit is connected to an AC voltage source. When L is removed from the circuit, the phase difference between the current and the voltage is pi/3. Super question ആണ്. Phase difference equation important ആണ്. Sorry, phase difference equation questions important ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. tan phi is equal to xc minus xl divided by r, അല്ലെങ്കിൽ തിരിച്ച് xl minus xc divided by r depending on. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് L റിമൂവ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ L റിമൂവ് ചെയ്തു, അപ്പോൾ tan phi is equal to xl by r ആയി. അവിടുത്തെ ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് pi/3 ആണ്. അപ്പോൾ tan pi/3 is equal to xl divided by r. അടുത്ത കേസിൽ C റിമൂവ് ചെയ്യുന്നു. C റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ tan phi is equal to xc divided by r ആണ്. കാരണം റിമൂവ് ചെയ്ത ആരെയാണ്, C ആണ് റിമൂവ് ചെയ്ത്. അപ്പം സോറി തിരിഞ്ഞു പോയേ, ഇതിപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് XL റിമൂവ് ചെയ്യുന്ന കേസ്, അപ്പോൾ ഇവിടെ XC ആണ്, XC. രണ്ടാമത്തെ കേസിൽ C റിമൂവ് ചെയ്യുന്നു. C റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, XL by r എന്ന് വരും. അപ്പോഴും പൈ എത്രയാണ്, pi/3 ആണ്. അപ്പോൾ tan pi/3 is equal to XL divided by r. രണ്ട് ഇക്വേഷൻ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അപ്പോൾ XC divided by r is equal to XL divided by r. ദാറ്റ് ഈസ് XC is equal to എത്താണ്, XL. XC is equal to XL, that is resonance. റെസൊണൻസിൻ്റെ കേസിൽ Z is equal to എന്തായിട്ട് മാറും, R ആയിട്ട് മാറും, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ cos phi is equal to എന്താണ്, R by Z ആണ്. ദാറ്റ് ഈസ് R by R, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് ഓഫ് 16 into 10⁻⁹ കൂളോം മീറ്റർ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഡൈപോൾ അറ്റ് എ പോയിന്റ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾ ചെയ്തു നോക്കുക. എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to 1/4πε0 P cos theta divided by R. 1/4πε0 P cos theta divided by R. 1/4πε0ന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, പിയുടെ വാല്യൂ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഇതാ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, കോസ് തീറ്റയുടെ വാല്യൂ തീറ്റയുടെ വാല്യൂ ഇതാ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ ഇതാ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.6 മീറ്റർ. ഇനി എന്ത് വേണ്ടേ, എല്ലാ സാധനം തന്നിട്ടുണ്ട്, ചുമ്മാ പറക്കിയിട്ട് കൊടുക്കുക, ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എ സോളിനോയിഡ് ഓഫ് 50 cm ലെങ്ത് ഹാവിംഗ് 100 ടേൺസ് ക്യാരീസ് എ കറന്റ് 2.5 ആംപിയർ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി സോളിനോയിഡ് ഈസ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, B is equal to μ0 Ni. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ μ0 Ni divided by L. μ0യുടെ വാല്യൂ ഇതാ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 4π into 10⁻⁻7. N നമ്പർ ഓഫ് ടേൺസ് ആണ് 100 ഇൻറ്റു ഐയുടെ വാല്യൂ 2.5 ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വാല്യൂ 50 cm ഇൻറ്റു 10⁻². ഇതാ ചെയ്യുമ്പോൾ ആൻസർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ കളിയാണ്. അപ്പോൾ നീറ്റിൻ്റെ എക്സാമിന് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ എന്ന് വിചാരിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് മൊബിലിറ്റി കണ്ടുപിടിക്കാൻ, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മൊബിലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ കിടക്കുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഇതാ കിടക്കുന്ന, ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി, ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം.
അടുത്ത ക്വസ്റ്റ്യൻ the quantities of heat required to rise the temperature of two solid copper spheres of radius r1 and r2. r1 is equal to 1.5 r2 ആണ്. Okay, through 1 Kelvin are in the ratio. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു പോട്ടെ, ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. ഇവിടെ രണ്ടും ഒരേ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് സെയിം ആണ്. രണ്ട് കേസിലും ടെമ്പറേച്ചർ 1 Kelvin ആണ് ഉയർത്തുന്നത്. അപ്പോൾ ഡെൽറ്റ ടി സെയിം ആണ്. അപ്പോൾ ക്യൂ പ്രപ്പോർഷണൽ ടു എം ആണ്. പക്ഷെ നമുക്ക് എം അല്ല തന്നിരിക്കുന്നത്, ഇവിടെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാസിനെ നമുക്ക് എന്തെന്ന് എഴുതാം? മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മെറ്റീരിയൽ സെയിം ആണ്, ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ മാസ് പ്രപ്പോർഷണൽ ടു വോളിയം എന്ന് എഴുതാം. അപ്പോൾ ക്യൂ പ്രപ്പോർഷണൽ എന്തായിട്ട് മാറും? വോളിയം ആയിട്ട് മാറും. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4/3 πr ക്യൂബ് ആണ്. കാരണം സോളിഡ് സ്പിയേഴ്സ് ആണ്. 4/3 πr ക്യൂബ്. അപ്പോൾ ക്യൂ പ്രപ്പോർഷണൽ നമുക്ക് എന്ന് എഴുതാം? ആർ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ കേസിൽ Q1 പ്രപ്പോർഷണൽ ടു R1 ക്യൂബ്, Q2 പ്രപ്പോർഷണൽ ടു R2 ക്യൂബ്. ദാറ്റ് ഈസ് Q1 by Q2 is equal to R1 cube divided by R2 cube. R1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.5 R2. 1.5 R2ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ R1ന്റെ വാല്യൂ തന്നിട്ടില്ല, നമുക്ക് അതുപോലെ തന്നെ എഴുതാം R2 ക്യൂബ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5ന്റെ ക്യൂബ് ഇൻറ്റു R2 ക്യൂബ് ഡിവൈഡഡ് ബൈ R2 ക്യൂബ്. ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് Q1 by Q2 is equal to 1.5ന്റെ ക്യൂബ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം അല്ലേ? 1.5 ക്യൂബിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 1.5ന് എനിക്ക് എങ്ങനെ എഴുതാം? 3/2 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 3/2 എന്ന് പറയുമ്പോഴത്തേന് 3യുടെ ക്യൂബ് 27, 2ന്റെ ക്യൂബ് 8. അപ്പോൾ ആൻസർ 27 ഡിവൈഡഡ് ബൈ 8 ഒന്നാമത്തെ ആൻസർ. 1.5 ദ ഹോൾ ക്യൂബ് അതുകൊണ്ട് കൺഫ്യൂഷൻ ആവില്ല. 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. 3/2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേന് 27 ഡിവൈഡഡ് ബൈ 8 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാം. അടുത്തതാണ് ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ഫ്രം എ റെസ്റ്റ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് v വോൾട്ട് ഇഫ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്ന കേസാണ്. ഇവിടെ നാനോമീറ്ററിലാണ് എന്തെങ്കിലും, നമുക്ക് നാനോമീറ്റർ തന്നെ പറയാം. എന്താണ്? വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1.227 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡഡ് ബൈ √v. ഇതാണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ഇക്വേഷൻ. ഓക്കെ, √v. ഇവിടെ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ √v കണ്ടുപിടിക്കുമ്പോൾ 10⁴ എന്ന് ഇട്ടും ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, സോറി, ഇത് നാനോമീറ്ററിൽ തരുമ്പോഴാണ് കേട്ടോ. നാനോമീറ്ററിലാണെന്നുണ്ടെങ്കിൽ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ലാംഡയുടെ വാല്യൂ മീറ്ററിൽ പറയുമ്പോഴാണ്. ഇപ്പോൾ നാനോമീറ്റർ തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് വേണ്ട? ഇത് വേണ്ട. ഇതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തുവരും? √v ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ 1.227 ഇൻറ്റു 10⁻⁻². ഇതങ്ങ് മുകളിൽ പോകും. ദാറ്റ് ഈസ് √v ഈസ് ഈക്വൽ ടു 10² എന്ന് വരും. v ഈസ് ഈക്വൽ ടു 10⁴ എന്ന് വരും. ഓക്കെ, അതായത് ലാംഡയുടെ ഇക്വേഷൻ എടുത്ത് വെച്ചിരിക്കുക. ലാംഡ ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ √v നാനോമീറ്റർ എന്നാണ്. അപ്പോൾ വേവ് ലെങ്ത് നാനോമീറ്ററിലുള്ള ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതാ കൊടുത്താൽ മതി. നാനോമീറ്ററിനെ മാറ്റാനും നിൽക്കേണ്ട. മാറ്റുകയാണെങ്കിൽ രണ്ട് സൈഡിൽ എത്ര കൊടുക്കണം? 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, സിമ്പിളായിട്ട് ചെയ്യാം. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തുപോലെ നോക്കണ്ട. അതായത് ലീസ്റ്റ് കൗണ്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്? രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് എവിടെയാണുള്ളത് അത്രയും ആൻസറിൽ കാണാവൂ. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എവിടെയാണുള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ ആൻസറിൽ കാണാവൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഇവിടെ 4 ഡെസിമൽ പ്ലേസ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസേ വരാവൂ. ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ് ഉള്ള ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം. അപ്പോൾ ആൻസർ 2 ആണ്. ചെയ്തുപോലെ നോക്കണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Next question. A ball is thrown vertically downward with a velocity of 20 m/s from the top of a tower. It hits the ground after some time with a velocity of 80 m/s, the height of the tower. Simple question ആണ്. Initial velocity u തന്നിട്ടുണ്ട്. u is equal to 20 m/s. v തന്നിട്ടുണ്ട് 80 m/s. Acceleration തന്നിട്ടുണ്ട് -10. Downward motion ആണ്. കണ്ടുപിടിക്കേണ്ടത് s ആണ്. v² - u² is equal to 2a. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? s കിട്ടും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്നില്ല, ചെയ്തു പോയിക്കോളാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നീറ്റ് 2020 അതായത് 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക. അതായത് ഈ ഒരു രീതിയിലൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാം. അപ്പോൾ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം?
ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം ആലോചിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് രീതിയിലേക്ക് പോവാം. എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കാട് കയറി ചിന്തിച്ച് കുറേ ഇക്വേഷൻസ് ഒക്കെ എഴുതി ബഹളം വെച്ച് ആകെ കൊളാക്കി വയ്ക്കും. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ആ കോൺസെപ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നാളെ നല്ല രീതിയിൽ പോയി നീറ്റ് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കാൻ കഴിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.